മ്യൂസിക് ക്ലാസ്സിന് പോകാൻ റെഡി ആയതിന് ശേഷമുള്ള ആമീൻ്റെ കലാപരിപാടിയാണ് കേട്ടോ ഇത്. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതും ഞാൻ പിന്നെ ആമീസിന് എക്സാം ആയതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതവിടെ ഇരുന്ന് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ വാട്ടർമെലൻ്റെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആമിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെളിയിൽ വെച്ച് കുറച്ചൊന്ന് തണുക്കട്ടെ എന്ന് കരുതിയിട്ട്. സംഭവം എളുപ്പമാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാം, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ സമ്മറിന് പറ്റിയ ഐസ്ക്രീമാണ്. അപ്പോൾ വാട്ടർമെലനോടൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചെന്നാൽ പിന്നെ ഡിന്നറിന് ചപ്പാത്തിയും ദാലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പകൽ ഞാൻ എങ്ങനെയോ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ദാല് കണ്ടപ്പോഴത്തേക്കും അപ്പം തൊട്ടുള്ള കൊതിയാണ്. എന്നാൽ പിന്നെ ദാല് തന്നെ കഴിക്കണമെന്നുള്ളത്. അങ്ങനെ എന്നാൽ പിന്നെ വിചാരിച്ചു ഡിന്നറിന് ദാല് തന്നെ ആക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തി കുറച്ച് മാവ് നമുക്ക് വേണ്ട ആ മാവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ മൂങ് ദാലില്ല കേട്ടോ ദാലുണ്ടാക്കുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ മറ്റേ പരിപ്പിലെടുത്താലും മതി. അപ്പോൾ ഈ പരിപ്പാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പരിപ്പെടുത്ത് ഒന്ന് നല്ലോണം കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 2 പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉപ്പിടുന്നില്ല, എങ്ങാനും പരിപ്പ് വെന്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പരിപ്പൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പം കുഴയ്ക്കുന്നതൊക്കെ മുമ്പ് നമ്മൾ ആദ്യം തന്നെ മോതിരം മാറ്റിയിടണം. ഇല്ലെങ്കിൽ നമ്മുടെ മോതിരത്തിൽ മുഴുവൻ മാവായിരിക്കും. പിന്നെ അത് കഴുകാൻ തന്നെ നമുക്ക് പ്രത്യേകം കുറേ സമയം പോവും. അതുകൊണ്ട് ഞാൻ ആദ്യം അതൊക്കെ ചെയ്ത് പിന്നെ നല്ലോണം കുഴച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. എന്നിട്ട് അതൊക്കെ കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ദാലിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സവോളയും ടൊമാറ്റോയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ വേണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവോള ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കും. അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നീറ്റൽ വരുമല്ലോ, അത് ഒഴിവാക്കാനായിട്ട് എനിക്ക് തോന്നിയതാണ് ഇതുപോലെ നമ്മൾ ആ അരിഞ്ഞിട്ട് മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ അത് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോഴത്തേക്ക് നമുക്ക് നീറ്റൽ എനിക്കധികം നീറാത്ത പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ആ ടിപ്പ്. എന്നിട്ട് ഇതുപോലെ ഞാൻ സ്ലൈസ് ആയിട്ടാണ് കേട്ടോ അരിയുന്നത്. ടൊമാറ്റോ അതുപോലെ തന്നെയാണ്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് നല്ലോണം ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷേ ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, എന്തോ ടേസ്റ്റ് കൂടുതൽ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. കൂടുതലും കറികൾക്ക് ചതച്ച് തന്നെയാണ് ചേർക്കാറ്. അപ്പോൾ അതാ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ദാല് നോക്കാം പരിപ്പ് വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടും, കാരണം ഈ ചെറിയ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി വേഗം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കടായിൽ കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ സവോളയാണ്. വഴട്ടിയെടുക്കണം കേട്ടോ. അപ്പം വഴണ്ട് കിട്ടാനായിട്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പ് ചേർത്താൽ മതിയെന്ന്. അതുകൊണ്ട് ഞാനും അതേമാതിരി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടണം, ഒന്ന് ഉടയണം. എന്നിട്ട് വേണം നമുക്ക് പരിപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ആ പകുതി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മുളക് പൊടിയും ഒരു അല്പം മല്ലിപ്പൊടിയും പിന്നെ ജീരകത്തിൻ്റെ പൊടിയാട്ടോ ചേർക്കുന്നത്. ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഗരം മസാല ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പരിപ്പ് ചേർക്കാൻ. എന്നിട്ട് എല്ലാം ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. മൂത്തെല്ലാം വന്നതിന് ശേഷം ഒരു ചെറിയ മണം നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ അതുകൊണ്ട് പരിപ്പ് മുഴുവൻ കുക്കറിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നതായിരുന്നു ബെസ്റ്റ്. അപ്പം ഞാൻ ഇനി തിളപ്പിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അല്ലാത്ത നോർമൽ വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ചേർക്കണം കേട്ടോ. കാരണം നമ്മൾ കറി എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ലോണം പരിപ്പ് ആയതുകൊണ്ട് തന്നെ കുറുകി വരും, വെള്ളം കുറച്ച് വറ്റും. അതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളയൊക്കെ വന്നതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞില്ല, ഇനിയാണ് ഇതിനകത്ത് ടേസ്റ്റ് കൂട്ടാനുള്ള സംഭവം ചേർക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ച് എനിക്ക് ഈ ഒരു ഗ്രേവി മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അപ്പോഴേ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതേ അടുപ്പിൽ തന്നെ ഞാൻ ഒരു തടുക്ക പാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് ദാലിൻ്റെ ശരിക്കും ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ജീരകം കൂടെ ഈ സമയത്ത് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ദാലിലേക്ക് ഇതും കൂടെ ചേർക്കണം കേട്ടോ. ഇത്
ഒരിക്കലും മിസ്സാവരുത്. കാരണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദാലിന് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കൂടും. ആ നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ ദാല് കഴിക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചപ്പാത്തി അല്ലെങ്കിൽ ജീര റൈസിൻ്റെ കൂടെ ഇത് സൂപ്പർ കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് അങ്ങനെ അടച്ചു വെച്ച് അങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി വേഗം ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ്ട് ഞാൻ പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി. ഇനി പെട്ടെന്ന് തന്നെ ബോൾ ആക്കിയിട്ട് ചപ്പാത്തി മാവ് ബോളാക്കി മാറ്റണം. ഇപ്പോൾ ബോൾ ആക്കുന്നുണ്ട് ഞാൻ വേഗം തന്നെ. കാരണം അതിൻ്റെ ഇടയിൽ ആമീസ് വന്നിട്ട് എനിക്കൊരു ബോൾ തരുമോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, എന്നിട്ട് ഭിത്തിയിൽ മുഴുവനും അത് തേച്ച് വയ്ക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അപ്പം ഞാൻ വേഗം തന്നെ ചപ്പാത്തി ചൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ ഡിന്നർ കൊടുത്ത് ഉറക്കിയില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എക്സാമും കൂടെ ആയതുകൊണ്ട് നേരത്തെ സ്കൂളിൽ പോകണമല്ലോ. അപ്പം ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് ഈ ഇരുമ്പിൻ്റെ തവയിലാണ് കേട്ടോ. ഇരുമ്പിൻ്റെ തവയായതുകൊണ്ട് ചൂട് കൂടുന്ന സമയത്ത് ഈ ചപ്പാത്തി ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചപ്പാത്തി അധികം കരിയാൻ പാടില്ല, ആ ലൈറ്റ് കളറേ ആവാവൂ. അതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പഠിക്കാനിരുത്തിയ ഒരാൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ടെടുക്കുന്നു. അപ്പോഴത്തേക്ക് ദാഹമായി, അപ്പോഴത്തേക്ക് ഡൗട്ടുകളായി. എൻ്റെ എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ. പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഡൗട്ടും വെള്ളം കൂടി അല്ലെങ്കിൽ ബാത്റൂമിൽ പോക്കി. ഇത് കമ്പൽസറി ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് എഴുതുകയല്ല, അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ എഴുതാൻ ഇരുത്തിയിട്ട് വീണ്ടും ഇരുത്തിയിട്ടാണ് തിരിച്ച് വന്ന് ബാക്കി ചപ്പാത്തി ചുട്ടത്. അപ്പം ഞാൻ വീണ്ടും ബാക്കി വേഗം തന്നെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് 10 മിനിറ്റ് ആയല്ലോ നമ്മുടെ ദാല്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ എങ്ങനെയുണ്ട്, എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ടേസ്റ്റ് ചെയ്തു. സംഭവം കൊള്ളാം. അപ്പോൾ എരിവും ഉപ്പും എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. സംഭവം കൊള്ളാം, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കളയിൽ എല്ലാ പരിപാടിയും ഫിനിഷായി, ക്ലീനിങ് ഉൾപ്പെടെ എല്ലാം ഫിനിഷായിട്ടോ. അപ്പോൾ ചപ്പാത്തി ആയി, പിന്നെ ദാലാണെങ്കിലും നമ്മുടെ കറക്റ്റ് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ചൂടൊക്കെ ആറി കുറച്ച് സെറ്റായി. അപ്പം ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഡിന്നർ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.